സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണ് റീപോട്ടിംഗ്. ഇന്ന് നമുക്കൊരു റീപോട്ടിംഗ് ആയാലോ? അതെ, അപ്പം അതിന് വേണ്ടി നമ്മൾ മിക്സർ എടുത്തിരിക്കുന്നത് മണ്ണ്, ചാണകപ്പൊടി, കൊക്കോപീറ്റ്, ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്ത മിശ്രിതമാണിത്. ഇത് ചാണകക്കട്ടകളാണ്. ചാണകപ്പൊടിയുടെ കട്ടകൾ ഇതുപോലെ ചട്ടിക്കടിയിലേക്ക് ഇട്ടു. ചെടിച്ചട്ടിയിൽ ഒഴിക്കുന്ന വെള്ളം ചെടിച്ചട്ടിയിൽ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അങ്ങനെ ചാണകത്തിൻ്റെ ഇതുപോലുള്ള കട്ടകൾ നമ്മൾ ചട്ടിക്കകത്ത് ഫസ്റ്റ് ലെയറായിട്ട് കൊടുത്തു. അതിനുശേഷം ഈ ഒരു മിശ്രിതം ചട്ടിയുടെ ഒരു കാൽ ഭാഗം ആണ് നമ്മളിത് നിരത്തുന്നത്, ഈ ഒരു മിശ്രിതം നിരത്തുന്നത്. അതിനുശേഷം റീപോട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാന്റ് നമ്മൾ എടുക്കുകയാണ്. നമ്മളിത് ഈ പോട്ടായിട്ട് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയുടെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഈസി കെയർ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ പേര് ഗോൾഡ് ഡസ്റ്റ്, മിൽക്കി വേ, ഡ്രിസേനിയ സെർക്കുലോസ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. ചിലർ ഇതിന് ലക്കി ബാമ്പു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ബാമ്പു ഫാമിലിപ്പെട്ട ഒരു ചെടിയല്ല. പൂക്കളുണ്ടാകും, ഒപ്പം ചെറിയ രൂപത്തിലുള്ള കായും ഉണ്ടാകുന്നതാണ് ഈ ചെടിക്കകത്ത് കേട്ടോ. പക്ഷെ അതൊരുപാട് വർഷങ്ങൾ കഴിയണം, കാരണം ഇതൊരു സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണ്, പയ്യെ വളർന്നു വരികയുള്ളൂ. എന്നാലും മെയിൻ്റനൻസ് വളരെ കുറച്ച് മതിയും താനും. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റുമാണ്, ഔട്ട്ഡോർ പ്ലാന്റുമാണ്. പക്ഷേ സൺലൈറ്റ് അധികം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇലയിലുള്ള ആ യെല്ലോ ഡോട്ട് ഉണ്ടല്ലോ, അതുണ്ടാവില്ല. ഗ്രീൻ ആയിട്ടുള്ള ഇലകളായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ വരുന്നത് ഈ ഒരു യെല്ലോ ഡോട്ട് വരുന്നതാണ്. അതുകൊണ്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് വേണം ഇൻഡോറിലാണെങ്കിലും നമ്മൾ വെക്കാൻ വേണ്ടി, ഈ ഒരു ചെടി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനിപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാം, അത് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മിശ്രിതം എടുക്കുന്നത് കാരണം ഇതിനധികം വളത്തിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു മണ്ണിലാണെങ്കിലും ഇത് വളർന്നു വരും. അതുകൊണ്ടാണ് ഈസി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കൊക്കോപീറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒരു ദിവസമൊക്കെ ഒന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കൊക്കോപീറ്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് ഇടുന്നത്. ചാണകപ്പൊടിയാണ് ഇതിന് വളമായിട്ട് വെക്കുന്നത് നല്ലത്. ഇപ്പോൾ നമ്മളൊരു പ്ലാന്റ് ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബുഷായിട്ട് നിൽക്കുന്നതാണ് ബെറ്റർ, നല്ലത്. കാരണം ഇത് ഒരൊറ്റ സ്റ്റെമ്മായിട്ട് നിൽക്കുന്നത് കാണാൻ ഭംഗിയില്ല. ഇത് ബുഷായിട്ട് നിൽക്കുന്നതാണ് കാണാൻ ഭംഗിയായിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പരിപാലിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ ഒരു കമ്പ് മതി നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നോഡിനടുത്ത് വരുന്നൊരു കമ്പ് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഈ ഒരു മിശ്രിതത്തിനകത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ അത് വളർന്നു വരും. ഇതിപ്പോൾ ഏത് മണ്ണിൽ വളരുമെങ്കിലും കൊക്കോപീറ്റും ചാണകപ്പൊടിയും ഒക്കെ ഇതിന് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്കിതൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് 60 രൂപ മുതൽ ഒരു ബുഷായിട്ടുള്ളതൊക്കെ 200 രൂപ വരെ കിട്ടും കേട്ടോ നേഴ്സറിയിൽ. അപ്പോൾ നമ്മളിതിവിടെ റീപോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പം റീപോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ആ മിശ്രിതം നമ്മൾ വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. മണ്ടയിൽ ആ വേരെല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കും. കണ്ടില്ലേ, ഈ ലീഫെല്ലാം നല്ല യെല്ലോ ഡോട്ട്, അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്താണ് ഈ ഒരു ചെടി ഇരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല യെല്ലോ ഡോട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗി പറയുന്നത് ഈ യെല്ലോ ഡോട്ട് തന്നെയാണ്. ഇതില്ല എങ്കിൽ കൊള്ളില്ല, ഭയങ്കര ഗ്രീൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ നമ്മൾ ഈ ചെടി പ്ലേസ് ചെയ്യുക.
അപ്പോൾ പഴയ ആ ഒരു പോട്ടിനകത്ത് നമ്മൾ ഇതിൽ നിന്നൊരു തണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുവാണ് നമ്മളിപ്പം ഒരു തണ്ട് നമ്മൾ അതിലേക്ക് വെച്ചിട്ട് അത് വീണ്ടും മണ്ണിട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലീഫ് നമ്മൾ കാണുമ്പോൾ ബാമ്പുവിൻ്റെ പോലെ തോന്നും, പക്ഷെ ഇത് മുളവർഗത്തിൽ പെടുന്ന ഒരു സസ്യമല്ല കേട്ടോ. ഇത് ഡ്രസീനിയ എന്ന് പറഞ്ഞൊരു ഫാമിലിയിൽ പെടുന്ന ഒരു സസ്യമാണ്. ഇപ്പം നമുക്ക് ഗോൾഡൻ ഡസ്റ്റിൻ്റെ 2 തൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും നമുക്ക് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ആ ഒരു പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നതാണ് രസം, ഭംഗിയായിട്ടുള്ളത് ഇങ്ങനെ നിൽക്കാനാണ്. ഇതൊരു സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ആവണമെന്നും ഇല്ല. ഇതൊരു ഏകദേശം ഒരു 1.5-2 വർഷം അടുത്തായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊരു സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വളർന്നു കിട്ടില്ല. പക്ഷെ എന്നാലും ഇയറിൽ ഒരു പ്രാവശ്യം വളം ചെയ്താൽ മതി. ഇതിന് ചാണകപ്പൊടിയാണ് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഈ കൊക്കോപീറ്റ് 2 ദിവസം കൂടുമ്പോൾ നമുക്കിപ്പോൾ 2 ദിവസം കൂടുമ്പോഴേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കൊക്കോപീറ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാം മണ്ണിനകത്ത്. കാരണം ആ വെള്ളം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ ഒരു റീപോർട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിന്ന് ഈ പ്ലാന്റിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് അറിയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു റീപോർട്ടിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.